ഇപ്പം നമ്മൾ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിന്റെ റിയാക്ഷനിൽ ന്യൂക്ലിയോഫിലിക് അഡിഷൻ നോക്കി, ന്യൂക്ലിയോഫിലിക് അഡിഷൻ ഫോളോഡ് ബൈ എലിമിനേഷൻ നോക്കി, റിഡക്ഷൻ നോക്കി, ഓക്സിഡേഷൻ നോക്കി. ഇനി ഒരെണ്ണം റിമൈനിങ് ആയിട്ടുള്ളത് എന്താണ്? റിയാക്ഷൻസ് ഡ്യൂ ടു ആൽഫ ഹൈഡ്രജൻ. ആൽഫ ഹൈഡ്രജന്റെ പ്രസൻസ് കൊണ്ടുള്ള റിയാക്ഷൻ. ഈ ആൽഡിഹൈഡ് എടുത്താലും, അതായത് സി ഡബിൾ ബോണ്ട് ഒ എച്ച്, അല്ലെങ്കിൽ കീറ്റോൺസ് എടുക്കുകയാണെങ്കിലും സി ഡബിൾ ബോണ്ട് ഒ പുറത്തുള്ള ഓക്കെ, ഇവിടെ ഒരു ഭാഗത്ത് ഹൈഡ്രജൻ, ഒരു ഭാഗത്ത് ആൽക്കൈൽ ഗ്രൂപ്പുള്ള ഒരു ആൽക്കൈൽ ഗ്രൂപ്പുള്ള ഏതെങ്കിലും ഒരു ആൽക്കൈൽ ഗ്രൂപ്പ്. ഓക്കെ, അതായത് ആൽഡിഹൈഡ്സ് എടുക്കുകയാണെങ്കിലും കീറ്റോൺസ് എടുക്കുകയാണെങ്കിലും രണ്ടിന്റെയും ഈ റിയാക്ഷൻ ഡ്യൂ ടു ആൽഫ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ആൽഡിഹൈഡ്സ് എടുത്താലും കീറ്റോൺസ് എടുത്താലും നമുക്ക് നോക്കുകയാണ്, അതിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. സി ഡബിൾ ബോണ്ട് ഒ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലേ. അതുപോലെ കീറ്റോൺസ് എടുക്കുകയാണെങ്കിലോ ആർ സി ഡബിൾ ബോണ്ട് ഒ, ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ്. ഈ രണ്ട് ആൽഡിഹൈഡ്സ് ആണെങ്കിലും കീറ്റോൺസ് ആണെങ്കിലും ഇവിടുത്തെ ആൽക്കൈൽ ഗ്രൂപ്പിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത് അസിഡിക് ആണ്. ഇവിടുത്തെ ഹൈഡ്രജൻ എന്ന് പറയുന്നത് അസിഡിക് ആണ്. അതായത് ഒരു കാർബണിയൽ ഗ്രൂപ്പിന്റെ അടുത്ത് കിടക്കുന്ന കാർബണിൽ അറ്റാച്ച് ചെയ്ത ഹൈഡ്രജൻ, അതാണ് ആൽഫ ഹൈഡ്രജൻ. നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇവിടെ കാർബണിയൽ ഗ്രൂപ്പാണ്. ആ കാർബണിയൽ ഗ്രൂപ്പിന്റെ അടുത്ത് കിടക്കുന്ന കാർബൺ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഹൈഡ്രജൻ ആണ് നമ്മുടെ ആൽഫ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പൊ ആൽഡിഹൈഡ്സിന്റെ കേസിൽ എങ്ങനെയാണ്? ഈ ആൽഫ ഹൈഡ്രജനും ഇങ്ങനെയുള്ള ആൽഫ ഹൈഡ്രജൻസ് അസിഡിക് ആണ്. കീറ്റോൺസ് നോക്കിക്കഴിഞ്ഞാലോ, ഇവിടെ സി, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഗ്രൂപ്പ്, കാർബണിയൽ ഗ്രൂപ്പ്, ഇവിടെ അതെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ്. അപ്പോൾ ഇത് രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പുകളുണ്ട്, അവിടുത്തെ രണ്ട് ഭാഗത്തുള്ള ഹൈഡ്രജൻസും അസിഡിക് ആണ്. ആൽക്കൈൽ ഗ്രൂപ്പിലത് ഇതാണ് ആൽഫ ഹൈഡ്രജൻ അല്ലേ. അപ്പൊ ഈ ആൽഫ ഹൈഡ്രജൻ എന്തുകൊണ്ടാണ് അസിഡിക് ആവണേന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പൊ നമുക്കൊരു ഇതാക്കാം, ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ആൽഡിഹൈഡ് ഒരു എക്സാമ്പിൾ എടുത്തിട്ടൊന്ന് നോക്കാം. അപ്പൊ ഇവിടെ ബേസിന്റെ പ്രസൻസിൽ ഒരു ബേസ് വരികയാണെങ്കിൽ എന്ത് ചെയ്യും? ബേസ് നമുക്കറിയാം പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്യും. ഈ ബേസ് എന്ന് പറയുന്നത് ഈ പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ബോണ്ട് ഇങ്ങോട്ട് ഈ കാർബണിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതായത് എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം? സി ഡബിൾ ബോണ്ട് ഒ സി മൈനസ് അല്ലേ. ഇതെന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് വരും, ഈ ഡബിൾ ബോണ്ട്, അപ്പൊ ഈ കാർബണിലത്തെ ഈ കാർബൺ 5 വാലൻസി വരാതിരിക്കാൻ ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ എങ്ങനെയാത് അടുത്ത സ്ട്രക്ചർ എഴുതുക? അതായത് സി ഒ മൈനസ് ഡബിൾ ബോണ്ട് സി, സി ഒ മൈനസ് ഡബിൾ ബോണ്ട് സി. അടുത്ത സെക്കൻഡിൽ എന്തുണ്ടാവും? അടുത്ത സെക്കൻഡിൽ ഈ ബോണ്ട് തിരിച്ച് ഇങ്ങോട്ട് വരും, ഇത് ഇങ്ങോട്ട് പോവും. അതായത് ഇങ്ങനെ റെസണൻസ് നടന്നുകൊണ്ടേയിരിക്കും. അതായത് ഇത് റെസണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. ഓക്കെ, റെസണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. അപ്പൊ നമുക്കറിയാം റെസണൻസ് സ്റ്റെബിലൈസേഷൻ ഉണ്ടെങ്കിൽ അത് ആ സ്ട്രക്ചർ സ്റ്റേബിൾ ആയിരിക്കും അല്ലേ. അപ്പൊ ഇവിടെ നമ്മുടെ ഇങ്ങനെ ഒരു പോസിബിലിറ്റി വരാനുള്ള കാരണം ഇവിടുത്തെ കാർബണിയൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. മാത്രമല്ല ഇവിടുത്തെ ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് എ ബേസ്, ഇതേപോലെ ഹൈഡ്രജനെ കൊടുത്തു കഴിഞ്ഞാൽ ബേസ് വരുമ്പോൾ പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്ത് പോവും. അപ്പൊ ജനറേറ്റ് ചെയ്യണ കാർബോക്സിലേറ്റ് അയോണിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് റെസണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. അപ്പോൾ എന്താണ്? ഈ ഒരു സ്ട്രക്ചറിൽ എക്സിസ്റ്റ് ചെയ്യാനാണ് നേരത്തെ നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള സ്ട്രക്ചറിൽ, അതായത് ആർ സി ഡബിൾ ബോണ്ട് ഒ എച്ച് എന്ന് പറയുന്ന ഈ സ്ട്രക്ചറിനേക്കാളും ഇവിടേക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഹൈഡ്രജൻ പോയിട്ട് ഇവിടെ CH2 മൈനസ് എന്നുള്ള സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ട്? റെസണൻസ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. പ്രോട്ടോൺ ഡോണർ ആണല്ലോ ആസിഡ് എന്ന് പറയുന്നത്. ആൽഡിഹൈഡ്സ് ആണെങ്കിലും കീറ്റോൺസ് ആണെങ്കിലും ഈ പ്രോട്ടോൺ ഡൊണേറ്റ് ചെയ്യാം. ആൽഫ ഹൈഡ്രജനിലുള്ള പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യാം. ഈ ആൽഫ ഹൈഡ്രജനുള്ള പ്രോട്ടോൺ ഡൊണേറ്റ് ചെയ്യുമ്പോൾ അസിഡിക് നേച്ചർ, ആൽഫ ഹൈഡ്രജന്റെ അസിഡിക് നേച്ചർ കൊണ്ടാണ് ഈ റിയാക്ഷൻ ഡ്യൂ ടു ആൽഫ ഹൈഡ്രജൻ, അതിൽ നമ്മൾ പറയാൻ പോകുന്ന റിയാക്ഷൻസ് ഒക്കെ ആൽഫ ഹൈഡ്രജന്റെ അസിഡിക് നേച്ചറിനെ ബേസ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതാണ്. ഓക്കെ, ആൽഫ ഹൈഡ്രജന്റെ അസിഡിക് നേച്ചർ കാരണം ഉണ്ടാകുന്ന റിയാക്ഷൻസ് ആണ്. ഇനി നമുക്ക് ഏതൊക്കെയാണ് റിയാക്ഷൻ എന്നുള്ളത് കൂടി നോക്കാം. അപ്പൊ റിയാക്ഷൻസ് ഡ്യൂ ടു ആൽഫ ഹൈഡ്രജൻ, ആൽഫ ഹൈഡ്രജന്റെ അസിഡിക് നേച്ചർ കൊണ്ട് ഉണ്ടാവുന്ന റിയാക്ഷൻസ്, അതിൽ ഏറ്റവും ആദ്യത്തെയാണ് ആൽഡോൾ കണ്ടൻസേഷൻ.
ആൽഫ ഹൈഡ്രജന്റെ അസിഡിക് നേച്ചർ മൂലം ഉണ്ടാകുന്ന റിയാക്ഷൻസിൽ ഫസ്റ്റ് വൺ ആണ് ആൽഡോൾ കണ്ടൻസേഷൻ. പിന്നെ എങ്ങനെയാണ് ഈ ആൽഡോൾ കണ്ടൻസേഷൻ നടക്കുക എന്നുള്ളത് നോക്കാം. അപ്പൊ ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ആണ് കാണിക്കുന്നത്. ഏതൊക്കെ തരത്തിലുള്ള ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺസ് ആണ് കാണിക്കുക? ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ് ഹാവിങ് ആൽഫ ഹൈഡ്രജൻ. ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉള്ള ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ആണ് റിയാക്ഷൻ കാണിക്കുക. ഓൺ റിയാക്ഷൻ വിത്ത് ഡൈല്യൂട്ട് ആൽക്കലി. ഡൈല്യൂട്ട് ആൽക്കലിയുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യും? ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ്, ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് അല്ലെങ്കിൽ ബീറ്റ ഹൈഡ്രോക്സി കീറ്റോൺസ് ഫോം ചെയ്യും. ഈ ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡിനെയാണ് നമ്മൾ ആൽഡോൾ എന്ന് പറയുക. ബീറ്റ ഹൈഡ്രോക്സി കീറ്റോൺസിനെയാണ് നമ്മൾ കീറ്റോൾ എന്ന് പറയുക. അപ്പം ആൽഡോൾസ് അല്ലെങ്കിൽ കീറ്റോൾസ് ഫോം ചെയ്യും. ഓക്കെ, ഈ ആൽഡോൾസിൽ നിന്നാണ് ജനറൽ ആയിട്ട് ഇതിന് ആൽഡോൾ കണ്ടൻസേഷൻ എന്നുള്ള പേര് വന്നത്. അപ്പോൾ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ഹാവിങ് ആൽഫ ഹൈഡ്രജൻ. ആൽഫ ഹൈഡ്രജൻ ഒരു നെസസറി കണ്ടീഷനാണ്. ആൽഡിഹൈഡ്സിലോ കീറ്റോൺസിലോ ആൽഫ ഹൈഡ്രജൻ വേണം. അത് ഡൈല്യൂട്ട് ആൽക്കലിയുടെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് അല്ലെങ്കിൽ ആൽഡോൾ ഫോം ചെയ്യും. അതുപോലെ തന്നെ ബീറ്റ ഹൈഡ്രോക്സി കീറ്റോൺസ് ആണെങ്കിൽ ബീറ്റ ഹൈഡ്രോക്സി കീറ്റോൺ കീറ്റോൾസ് ഫോം ചെയ്യും. അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. CH3 C ഡബിൾ ബോണ്ട് OH അല്ലേ, അസെറ്റാൽഡിഹൈഡ്. അസെറ്റാൽഡിഹൈഡ് എന്തുമായിട്ടാണ് റിയാക്ട് ചെയ്യണത്? ഡൈല്യൂട്ട് ആൽക്കലിയുമായിട്ട്, ഡൈല്യൂട്ട് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്താ പ്രോഡക്റ്റ് ഫോം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ ഇത് എഴുതാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് 2 മോളിക്യൂൾസ് അത് ഉപയോഗിക്കും. ആൽഡോൾ കണ്ടൻസേഷൻ ആണ്, 2 മോളിക്യൂൾസ് കണ്ടൻസ് ചെയ്യണതാണ്. അപ്പോൾ എങ്ങനെയാണ്? CH3 CH ഉണ്ട്, C ഡബിൾ ബോണ്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ O- ആയിട്ട് മാറുമല്ലോ. ഇവിടേക്ക് ഇതിൻ്റെ അടുത്ത മോളിക്യൂളിൽ നിന്ന് ഒരു ഹൈഡ്രജൻ, ഈ ഹൈഡ്രജൻ എങ്ങോട്ട് വരും? ഇങ്ങോട്ട് വരും, H+ ആയിട്ട് ഇങ്ങോട്ട് വരും. ഇത് തമ്മിൽ അറ്റാച്ച് ചെയ്യും. ഓക്കെ, അങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് CHO ഫോം ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് പ്രോഡക്റ്റ് എഴുതുക? പ്രോഡക്റ്റ് CH3 COH H CH2 CH3 അല്ല, CH2 CHO. അപ്പോൾ ഇത് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പിലെ കാർബൺ, അതിലടുത്ത കാർബൺ ആണ് ആൽഫ, ഇത് ബീറ്റ. ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡിനെയാണ് നമ്മൾ എന്ത് പറയണത്? ആൽഡോൾ എന്ന് പറയണത്. ആൽഡോൾ ഫോം ചെയ്തു, ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ്. ഇനി ഇതിനെ നമ്മൾ ഫെർദർ ആയിട്ട് ആസിഡ് മീഡിയത്തിൽ, അതായത് ഇതിനെ വീണ്ടും നമ്മൾ ഫെർദർ ആയിട്ട് ആസിഡിൻ്റെ പ്രസൻസിൽ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ നിന്ന് അസിഡിക് മീഡിയത്തിൽ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവും? ഈ ആൽഫ കാർബണിൽ നിന്ന് ഹൈഡ്രജനും ബീറ്റ കാർബണിലത്തെ OHും കൂടിയിട്ട് വാട്ടർ എലിമിനേറ്റ് ചെയ്യും. വാട്ടർ എലിമിനേറ്റ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആസിഡ് ഫോം ചെയ്യും. ഇവിടുന്ന് വാട്ടർ പോയി കഴിഞ്ഞാൽ CH3 CH ഡബിൾ ബോണ്ട് CHO, അതായത് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആസിഡ് ഫോം ചെയ്തു. ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആസിഡ് ഫോം ചെയ്തു അല്ലേ? ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ്, സോറി ആസിഡ് അല്ല, ഇവിടെ ആൽഡിഹൈഡ് ആണ്. ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ, ആൽഫ ബീറ്റ അൺസാച്ചുറേഷനുള്ള ആൽഡിഹൈഡ് ഫോം ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആൽഡോൾ കണ്ടൻസേഷൻ എഴുതുക. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൂടി ചെയ്തു നോക്കാം, എങ്ങനെയാണ് ആൽഡോൾ കണ്ടൻസേഷൻ നടക്കുക എന്നുള്ളത്. അപ്പം നമ്മളൊരു ആൽഡിഹൈഡ് അല്ലേ എടുത്തേ, ഇനി ഒരു കീറ്റോൺ എടുത്തിട്ട് എങ്ങനെയാണ് ആൽഡോൾ കണ്ടൻസേഷൻ വരിക എന്ന് നോക്കി നോക്കാം. ഇനി അടുത്തത് ഒരു കീറ്റോൺ എടുത്തിട്ട് നമുക്ക് എക്സാമ്പിൾ ചെയ്തു നോക്കാം. CH3 C ഡബിൾ ബോണ്ട് O CH3 അസറ്റോൺ ആണ്. അപ്പോൾ ഇത് എന്തിൻ്റെ പ്രസൻസിലാണ്, എന്തുമായിട്ടാണ് റിയാക്ട് ചെയ്യണത്? ഡൈല്യൂട്ട് ആൽക്കലി ആയിട്ട്, ഡൈല്യൂട്ട് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തു. ഇനി ആൽഡോൾ കണ്ടൻസേഷൻ നടന്നിട്ട് അതിൻ്റെ പ്രോഡക്റ്റ് എന്താണെന്ന് എഴുതണം. അപ്പം നമുക്കറിയാം ആൽഡോൾ കണ്ടൻസേഷൻ നടക്കണമെങ്കിൽ ആൽഡിഹൈഡ് ആയപ്പോഴും 2 മോളിക്യൂൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കീറ്റോൺസ് ആകുമ്പോഴും അതെ 2 മോളിക്യൂൾ കൂടി ചേർന്നിട്ട് അത് കണ്ടൻസ് ചെയ്തിട്ടാണ് പ്രോഡക്റ്റ് ഫോം ചെയ്യണത്. അപ്പം അങ്ങനെ ഫോം ചെയ്യുമ്പോൾ എന്താ പറഞ്ഞത്? CH3 CO- ഇവിടെ പ്ലസ് ആണല്ലോ, അതായത് ഇവിടുത്തെ ഡബിൾ ബോണ്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ C ഡബിൾ ബോണ്ടോ CH3 ആണ്. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ O- ഇവിടെ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും വരും. അപ്പോൾ ബേസിന്റെ പ്രസൻസിൽ പ്രോട്ടോൺ അബ്സ്ട്രാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഇവിടെ CH2- ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക.
അത് ഇവിടേക്ക് വന്നിട്ട് അറ്റാച്ച് ചെയ്യും. ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ H+ ആയിട്ട് ഇങ്ങോട്ട് പോകും. അല്ലെങ്കിൽ ബേസിന്റെ പ്രസൻസിൽ എന്ന് പറയാൻ പറ്റില്ല. CH3 C ഡബിൾ ബോണ്ട് O മൈനസ് ഇവിടെ പ്ലസ് ആണ്. അപ്പോൾ ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കീറ്റോൺസിൽ എങ്ങനെയാ റിയാക്ഷൻ നടക്കുക? കീറ്റോൺസിൽ C ഡബിൾ ബോണ്ട് O CH3 ആണ്. നമുക്കറിയാം ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ O മൈനസ് ആവും അല്ലേ? അപ്പൊ ഈ O മൈനസ് ഉള്ള സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് എഴുതാം. O മൈനസ് ആയി, ഇവിടെ പ്ലസ് ആണ്. അപ്പൊ നമ്മൾ പിന്നെ അതുപോലെ പറഞ്ഞു ഈ ആൽഫ ഹൈഡ്രജൻ എന്ന് പറയുന്നത് അസിഡിക് ആണ് അല്ലേ? അപ്പൊ ഇങ്ങനത്തെ ഒരു കേസിൽ ഇവിടുത്തെ ആൽഫ ഹൈഡ്രജൻ എന്ത് ചെയ്യും? CH3 ആണ്. അതിന് പകരം ഞാൻ CH2H C ഡബിൾ ബോണ്ട് O CH3 എന്ന് എഴുതുന്നുണ്ട്. അപ്പൊ ഈ ആൽഫ ഹൈഡ്രജൻ ആൽഡിഹൈഡിന്റെ അടുത്ത് കിടക്കുന്ന കാർബണിലുള്ള ഹൈഡ്രജൻ, ആൽഫ ഹൈഡ്രജൻ എന്ന് പറയുന്നത് അസിഡിക് ആണ്. അപ്പൊ അതിനെ ഡൊണേറ്റ് ചെയ്യാം. ഈ അസിഡിക് ആയിട്ടുള്ള H+ ആയിട്ട് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് ചാർജ് ആവും. ഇത് തമ്മിൽ അറ്റാച്ച് ചെയ്യും. ഇത് തമ്മിൽ ഇങ്ങോട്ട് ഈ പ്ലസ് ചാർജും മൈനസ് ചാർജും തമ്മിൽ ഇവിടെ അറ്റാച്ച് ചെയ്യും. അതുപോലെ തന്നെ ഈ H+ ഈ O മൈനസിലേക്ക് വന്നിട്ട് അറ്റാച്ച് ചെയ്യും. അപ്പോൾ എന്തുമാത്രം ആലോചിച്ചാൽ മതി? ഇവിടുത്തെ ഈ കാർബണിൽ നിന്ന് ഇത് 2 മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ ഒരു കാർബണിൽ നിന്ന് ഹൈഡ്രജൻ പോയിട്ട് ഓക്സിജനിലേക്ക് അറ്റാച്ച് ചെയ്യുക, ഓക്സിജന്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യുക, ഇതിന്റെ ഇടയിൽ ബോണ്ട് ഫോം ചെയ്യുക. അത്ര മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇപ്പൊ ഇതെന്താണ്? ബീറ്റ ഇതാണ് ഫങ്ഷണൽ കാർബണിയൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പുള്ള കാർബണിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന കാർബൺ ആണ് ആൽഫ കാർബൺ. ഇത് ബീറ്റ പൊസിഷൻ. ബീറ്റ ഹൈഡ്രോക്സി കീറ്റോൺസ് ഫോം ചെയ്തു. ബീറ്റ ഹൈഡ്രോക്സി കീറ്റോൺ ഫോം ചെയ്തു ഇവിടെ അല്ലെ? കീറ്റോൾ ആണ്. ബീറ്റ ഹൈഡ്രോക്സി കീറ്റോൺ ഫോം ചെയ്തു. ഇനി ഇത് ഫർദർ ആയിട്ട് എന്ത് ചെയ്യും? ഇത് H+ന്റെ പ്രസൻസിൽ, ആസിഡിന്റെ പ്രസൻസിൽ നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യും. അതായത് ഈ കാർബണിലത്തെ ഒരു ഹൈഡ്രജനും ഇപ്പുറത്തുള്ള ഒരു അതായത് ബീറ്റ ഹൈഡ്രോക്സി, ഈ കാർബണിലുള്ള ഹൈഡ്രോക്സി ഗ്രൂപ്പും കൂടിയിട്ട് വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്തിട്ട് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺസ് C ഡബിൾ ബോണ്ട് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ഫോം ചെയ്യും. അപ്പൊ എന്താ ഇവിടെ പ്രോഡക്റ്റ് ഫോം ചെയ്യുക? CH3 C ഡബിൾ ബോണ്ട് CH C ഡബിൾ ബോണ്ട് O CH3. അപ്പൊ എന്താ ഇവിടുത്തെ കോമ്പൗണ്ട്? ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കീറ്റോൺ ആണ് ഫോം ചെയ്തത്. അപ്പൊ ഇതിനെ വേണമെങ്കിൽ നമുക്കൊന്ന് നെയിം ചെയ്ത് നോക്കാം. ഇതിനെ എങ്ങനെയാ നെയിം ചെയ്യുക? 1 2 3 4 5 5 കാർബൺ ആറ്റം വരുമ്പോൾ പെൻഡാണ് നമ്മുടെ വേർഡ് റൂട്ട്. അതുപോലെ തന്നെ ഇത് ഡബിൾ ബോണ്ട് വന്നതുകൊണ്ട് പെൻറ്റീൻ ആണ്. ഇനി കീറ്റോൺസ് ആവുമ്പോൾ അതിൻ്റെ അവസാനത്തെ E റീപ്ലേസ് ചെയ്തിട്ട് ONE ആണ് വരേണ്ടത്. അങ്ങനെയാണ് നമ്മൾ അതിനെ നെയിം ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്പർ ചെയ്തു. ഈ കാർബണിയൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ എഴുതണം. അതാണ് ഞാൻ ഇവിടെ ഒരു ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഡബിൾ ബോണ്ടിനെയും പൊസിഷൻ കൊടുക്കണം. അതുകൊണ്ടാണ് ഈൻ എന്ന് എഴുതിയപ്പോൾ ഞാൻ അവിടെ ഒരു ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിലത്തെ ഈൻ അതിലത്തെ അവസാനത്തെ E റീപ്ലേസ് ചെയ്തിട്ടാണ് ONE വന്നത്. അപ്പോൾ പെൻഡ് 1 2 സെക്കൻഡ് പൊസിഷനിലാണ് ഓൺ, പെൻഡ് 2 ഓൺ, അത് കഴിഞ്ഞിട്ട് 1 2 തേർഡ് പൊസിഷനിലാണ് ഡബിൾ ബോണ്ട്. അപ്പൊ പെൻഡ് 3 ഈൻ 2 ഓൺ ആണ്. കഴിഞ്ഞോ? ഇല്ല, ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പും കൂടെ അല്ലേ? എത്രാമത്തെ കാർബണിലാണ് മീഥൈൽ ഗ്രൂപ്പ്? 4th കാർബണിൽ 4 മീഥൈൽ പെൻഡ് 3 ഈൻ 2 ഓൺ എന്നാണ് നമ്മുടെ കോമ്പൗണ്ട് ഫോം ചെയ്യുക. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ ആൽഡോൾ കണ്ടൻസേഷൻ നടന്നിട്ടുള്ള പ്രോഡക്റ്റ് എഴുതാം. ഇനി നമുക്ക് ഇത്ര നേരം നമ്മൾ ഒരു ആൽഡിഹൈഡ് എടുത്തു, അത് 2 മോളിക്യൂൾ എടുത്തിട്ടാണ് കണ്ടൻസേഷൻ നടന്നത്, അല്ലെങ്കിൽ ഒരു കീറ്റോൺ മാത്രമേ എടുത്തുള്ളൂ. ഇനി നമുക്കൊരു ആൽഡിഹൈഡും ഒരു കീറ്റോണും എടുക്കാം. CH3 CHO, പിന്നെ അതുപോലെ തന്നെ CH3 C ഡബിൾ ബോണ്ട് O CH3 ഇതെടുത്തു. ഇതിനെ നമ്മൾ എന്തുമായിട്ട് റിയാക്ട് ചെയ്തു? ഇതിനെ നമ്മൾ റിയാക്ട് ചെയ്യേണ്ടതാണ് ഡൈല്യൂട്ട് ആൽക്കലി ആയിട്ട്, സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കി, ആൽഡിഹൈഡിലാണെങ്കിലും ആൽഫ ഹൈഡ്രജൻ ഉണ്ട്, കീറ്റോണിലാണെങ്കിലും ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഇനി ഏതൊക്കെ രീതിയിലുള്ള പ്രോഡക്റ്റ് ആണ് ഫോം ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഏതൊക്കെ പോസിബിലിറ്റിയാണ്? ഈ ആൽഡിഹൈഡ് അവിടെ തന്നെ നിന്നോട്ടെ. ഈ ആൽഡിഹൈഡ് C ഡബിൾ ബോണ്ടോ H ആയി, കീറ്റോണിലത്തെ ഹൈഡ്രജൻ ഇവിടേക്ക് വന്നിട്ട്, ഓക്കെ, അതായത് CH2 ഇവിടുത്തെ ഹൈഡ്രജൻ C ഡബിൾ ബോണ്ടോ CH3. ഈ കീറ്റോണിലുള്ള ആൽഫ ഹൈഡ്രജൻ
ആൽഡിഹൈഡിലത്തെ OH അറ്റാച്ച് ചെയ്തിട്ട് ഫോം ചെയ്യണ ആൽഡോളിന്റെ പ്രോഡക്റ്റ് എഴുതാം. അപ്പൊ എങ്ങനെ എഴുതുക? ഇത് പോയി ഇവിടുത്തെ ഹൈഡ്രജൻ ഇങ്ങോട്ട് വന്നു, ഇതിന്റെ ഇടയിൽ ബോണ്ട് ഫോം ചെയ്തു അല്ലേ? ഇനി എങ്ങനെയാവാം? വേറൊരു പോസിബിലിറ്റി കൂടി ഉണ്ട്. ഈ CH3 C ഡബിൾ ബോണ്ട് O CH3 അവിടെ അങ്ങനെ നിൽക്കുകയാണ്. ആൽഡിഹൈഡിലത്തെ CH2H CHO, ഈ ആൽഡിഹൈഡിലത്തെ ഹൈഡ്രജൻ ഇവിടേക്ക് വരുന്നു. അതായത് ആൽഡിഹൈഡിലത്തെ ആൽഫ ഹൈഡ്രജൻ ആണ് ഡൊണേറ്റ് ചെയ്യണത്. അപ്പൊ അങ്ങനെയാവുമ്പോൾ എങ്ങനെ ഫോം ചെയ്യും? ഈ ഹൈഡ്രജൻ ഓക്സിജന്റെ അടുത്തേക്ക് വന്നു, ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്തു, ഇതിന്റെ ഇടയിൽ ബോണ്ട് ഫോം ചെയ്തു അല്ലേ? ഇനി അടുത്തത് ഏത് പോസിബിലിറ്റി ആണുള്ളത്? രണ്ട് ആൽഡിഹൈഡിന് തമ്മിൽ റിയാക്ട് ചെയ്തൂടെ? ഒരു ആൽഡിഹൈഡ് ഒരു കീറ്റോണും ഉണ്ട്. പക്ഷേ ഈ റിയാക്ഷൻ മിക്സ്ചറിൽ ആൽഡിഹൈഡ്സും എക്സസ് ആണ്. ഇത് രണ്ട് റിയാക്ടന്റ് പ്രസന്റ് ആയതുകൊണ്ട് രണ്ട് ആൽഡിഹൈഡിന് തമ്മിൽ റിയാക്ഷൻ നടക്കാം. അപ്പോൾ CH3 C ഡബിൾ ബോണ്ട് OH, അതുപോലെ തന്നെ CH2 CHO ഇവിടുത്തെ ഹൈഡ്രജൻ, ഇത് ഇങ്ങോട്ട് പോന്നിട്ടുള്ള പ്രോഡക്റ്റ് നമ്മൾ എങ്ങനെ എഴുതും? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തു, ഇവിടുത്തെ ഓക്സിജനിലേക്ക് ഇവിടുന്ന് ഹൈഡ്രജൻ വന്നു, ഈ ബോണ്ട് പോയി ഇതിൻ്റെ ഇടയിൽ ബോണ്ട് ഫോം ചെയ്തു. ഓക്കെ, ഇനി അതുപോലെ അടുത്തത് എങ്ങനെയാണ്? ഈ രണ്ട് കീറ്റോൺസ് തമ്മിലുള്ള കണ്ടൻസേഷൻ നടക്കാം. CH3 C ഡബിൾ ബോണ്ട് O CH3, പിന്നെ അതുപോലെ തന്നെ CH3 C ഡബിൾ ബോണ്ട് O CH3. അപ്പൊ എങ്ങനെയാ ചെയ്യണത്? ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ പോയി ഇവിടേക്ക് വന്നു, ഈ ബോണ്ട് OH ആയി ഇവിടെ ബോണ്ട് ഫോം ചെയ്തു. അപ്പോൾ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ആൽഡിഹൈഡോ കീറ്റോൺസോ നമ്മൾ എടുക്കുകയാണെങ്കിൽ കുറേ തരത്തിലുള്ള പ്രോഡക്റ്റ് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഡിഫറെന്റ് പ്രോഡക്ട്സ് വിൽ ബി ഫോംഡ്. അപ്പോൾ ഇങ്ങനത്തെ കണ്ടൻസേഷൻ റിയാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രോസ് ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അതായത് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള കീറ്റോൺസ്, ഒരു ആൽഡിഹൈഡ് ഒരു കീറ്റോൺ, അല്ലെങ്കിലോ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ആൽഡിഹൈഡ്സ്, അല്ലെങ്കിൽ രണ്ട് ഡിഫറെന്റ് കീറ്റോൺസ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോഡക്റ്റ് വിൽ ബി ഫോംഡ്. ഇത്തരത്തിലുള്ള കണ്ടൻസേഷൻ റിയാക്ഷൻ ആണ് ക്രോസ് ആൽഡോൾ കണ്ടൻസേഷൻ. ഇനി ഇതിലും അതെ എന്ത് ചെയ്യും? ഇത് വീണ്ടും അസിഡിക് മീഡിയത്തിൽ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാ പ്രോഡക്റ്റ് ഫോം ചെയ്യുക? ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺസ് ആണ് പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുക. നോക്കൂ, ഇതാണ് ഇവിടുത്തെ പ്രോഡക്റ്റ്. CH3 CH ഡബിൾ ബോണ്ട് CH C ഡബിൾ ബോണ്ട് O CH3. ഇവിടുത്തെ കേസിൽ ഇവിടുത്തെ ഒരു ഹൈഡ്രജനും ഈ OHും കൂടെ പോയി ഇതിന്റെ ഇടയിൽ ബോണ്ട് ഫോം ചെയ്തു. ഇവിടുത്തെ ഒരു കേസിൽ എന്താണുള്ളത്? ഇവിടുത്തെ ഒരു ഹൈഡ്രജനും ഇതും പോയി, ഈ OH പോയി ഇവിടെ ബോണ്ട് ഫോം ചെയ്തു. ഇവിടുത്തെ കേസിലോ ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ പോയി, ഇവിടുന്ന് ഒരു ഓക്സിജൻ പോയി, OH പോയി ഇതിൻ്റെ ഇടയിൽ ബോണ്ട് ഫോം ചെയ്തു. അപ്പം ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഡക്റ്റ് പോസിബിൾ ആണ്. ഇനി എല്ലാത്തിനെയും നമ്മൾ പേരെഴുതുകയാണെങ്കിൽ ഏതൊക്കെ പ്രോഡക്റ്റ് ആണ് ഇവിടെ ഫോം ചെയ്തതെന്നുള്ളത്. അപ്പം നിങ്ങളോട് ചിലപ്പോൾ ഒരു ചോദ്യം ചോദിക്കുക, എന്താണ് ഇങ്ങനെ ഒരു റിയാക്ഷൻ തന്നിട്ട് റൈറ്റ് ദ പോസിബിൾ പ്രോഡക്ട്സ് എന്നാണ്, റൈറ്റ് ദ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ABCD ഏതൊക്കെ പ്രോഡക്റ്റ് ആണ് എന്നൊക്കെ ചോദിക്കാം. അപ്പം ഏതൊക്കെ പ്രോഡക്റ്റ് ആണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് പ്രോഡക്റ്റ് എഴുതിയത്. ഇനി ഇതിനെ എങ്ങനെയാ 1 2 3 4 5 5 കാർബൺ ആറ്റം വരുമ്പോൾ പെൻറ്റീനാണ്. പെൻറ്റാണ്, ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് പെൻറ്റീനാണ്. അവസാനത്തെ E റീപ്ലേസ് ചെയ്തിട്ട് ONE ആക്കി. ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിനെ പേര് കൊടുക്കുക? ഇവിടെ 1 2 3 തേർഡ് കാർബണിൽ പെൻറ്റ് 3 ഈൻ 2 ഓൺ, അതാണ് ഈ കോമ്പൗണ്ട്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ 1 2 3 4 ആണ്. 4 കാർബൺ ഉള്ള ആൽക്കീൻ എന്ന് പറയുന്നത് ബ്യൂട്ടീൻ ആണ്. ബ്യൂട്ട് 2 ഈൻ 1 ഓൺ അല്ലെങ്കിൽ ബ്യൂട്ടീനോൺ എന്ന് എഴുതിയാലും മതി. ഒന്നാമത്തെ പൊസിഷനിൽ തന്നെയാണ് ONE, അതുകൊണ്ട് ബ്യൂട്ടീനോൺ എഴുതിയാൽ മതി. അത് കഴിഞ്ഞിട്ട് 1 2 മൂന്നാമത്തെ പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, 3 മീഥൈൽ ബ്യൂട്ടീനോൺ. ഓക്കെ, അതാണ് ഒരു പ്രോഡക്റ്റ്, രണ്ടാമത്തെ പ്രോഡക്റ്റ്. ഇനി മൂന്നാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? മൂന്നാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇത് 1 2 3 4. അപ്പം ബ്യൂട്ടീനാണ്. ബ്യൂട്ട് രണ്ടാമത്തെ കാർബണിൽ 2 ഈൻ 1 ഓൺ. അപ്പം എന്തെഴുതിയാൽ മതി? ബ്യൂട്ടീനോൺ എന്ന് എഴുതിയാൽ മതി. 1 ഓൺ ആയതുകൊണ്ട് ഫസ്റ്റ് പൊസിഷനിലാണെങ്കിൽ നമ്മളത് പ്രത്യേകം മെൻഷൻ ചെയ്യലില്ല. ബ്യൂട്ടീനോൺ. ബ്യൂട്ട് 2 ഈനോൺ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കാർബണിലാണ് ഡബിൾ ബ്യൂട്ട് 1 2 സെക്കൻഡ് കാർബണിലാണ് ഡബിൾ ബോണ്ട് എന്ന് അണ്ടർസ്റ്റുഡ് ആണ്. ഇനി ഇതാണെങ്കിലോ 1 2 3 4 5 ആണ്, പെൻറ്റീൻ ആണ്. അപ്പം നമുക്ക് എഴുതാം
പെന്റ് ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് ഈനാണ്, പെന്റ് ഈൻ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഓൺ എഴുതി. ഇപ്പോൾ രണ്ടാമത്തെ കാർബണിലാണ് സി ഡബിൾ ബോണ്ടോ, അപ്പൊ പെന്റ് 2 ഈനോൺ ആണ്. അതുപോലെ തന്നെ ഡബിൾ ബോണ്ട് പറയുന്നത് മൂന്നാമത്തെ കാർബണിലാണ്, പെന്റ് 3 ഈൻ 2 ഓൺ ആണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോഴും കഴിഞ്ഞില്ലേ, ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ 4 മീഥൈൽ പെന്റ് 3 ഈൻ 2 ഓൺ എന്നാണ് നമ്മുടെ പ്രോഡക്റ്റ്. അപ്പൊ ഇവിടെ ഇത്രയും പ്രോഡക്ട്സ് ഇത് രണ്ടിന്റെയും കണ്ടൻസേഷൻ നടക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ കുറെ പ്രോഡക്റ്റ് ഉണ്ടാവുന്ന ഇത്തരത്തിലുള്ള 2 ഡിഫറെന്റ് ആയിട്ടുള്ള ആൽഡിഹൈഡ് അല്ലെങ്കിൽ 2 ഡിഫറെന്റ് ആയിട്ടുള്ള കീറ്റോൺ അല്ലെങ്കിൽ ഒരു ആൽഡിഹൈഡ് ഒരു കീറ്റോൺ കണ്ടൻസ് ചെയ്യണ റിയാക്ഷൻസിനെയാണ് നമ്മൾ ക്രോസ് ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻസ് എന്ന് പറയുക. ഓക്കെ.